റസൽമാനിയ 40യുടെ നൈറ്റ് 1ൻ്റെ റിസൾട്ട്സാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ മാച്ച് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ളതായിരുന്നു. അതിൽ ബെക്കി ലിഞ്ചിനെ തോൽപ്പിച്ചുകൊണ്ട് റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്തു. അതിനുശേഷം ഉണ്ടായിരുന്നത് ഒരു ലാഡർ മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ടൈറ്റിൽസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മാച്ചായിരുന്നു അത്. അതിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസായി ഓസം ട്രൂത്ത് ജയിച്ചപ്പോൾ സ്മാക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസായി മാച്ച് വിൻ ചെയ്തത് ഗ്രേസൺ വേലറും ഓസ്റ്റിൻ തിയറിയുമാണ്. അതിനുശേഷം ഒരു ടാഗ് ടീം മാച്ചായിരുന്നു റൈ മിസ്റ്റീരിയോ ആൻഡ്രഡെ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ സാന്റോസ് എസ്കോബാർ. അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു അത്. അതിൽ അത്യാവശ്യം നല്ല സ്പോട്ടുകളും ഉണ്ടായിരുന്നു. ആൻഡ്രഡയും റൈ മിസ്റ്റീരിയോയും കൂടിയിട്ട് ഒരു ഹൈ ക്രോസ് ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു മൂവായിരുന്നു. ഏതായാലും മാച്ച് ജയിച്ചത് റൈ മിസ്റ്റീരിയോ ആൻഡ്രഡയുടെ LWO ആയിരുന്നു. അടുത്ത മാച്ച് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ടിൻസ് ആയിരുന്നു. ജിമ്മി യൂസോ വേഴ്സസ് ജെ യൂസോ. ഇത്രയും കാലത്തെ ബിൽഡപ്പിന് ശേഷം നടന്ന മാച്ച് അത്രത്തോളം നന്നായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാലും ഒരു സൂപ്പർ കിക്ക് ഫെസ്റ്റ് തന്നെ നമുക്ക് ആ മാച്ചിൽ കാണാൻ പറ്റിയിരുന്നു. അതിൽ വിജയിച്ചത് ജെ യൂസോ ആയിരുന്നു. അതിനുശേഷം നടന്നത് 6 വുമൺ ടാഗ് ടീം മാച്ചായിരുന്നു. ഡാമേജ് കൺട്രോൾ വേഴ്സസ് നയോമി, ജേഡ് കാർഗിൽ, ബിയാങ്ക ബെലേർ. ഇതിൽ ജയിച്ചത് ബിയാങ്ക ബെലേറുടെ ടീമായിരുന്നു. ജേഡ് കാർഗിലിൻ്റെ ആദ്യത്തെ റസൽമാനിയ മാച്ച് കൂടിയായിരുന്നു അത്. അതിനുശേഷമായിരുന്നു ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിന്നറായിരുന്നു ആ മത്സരത്തിലുണ്ടായിരുന്നത്. 666 ദിവസം നീണ്ടു നിന്ന WWE ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റെയിനിങ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായിരുന്ന ഗുന്തറിനെ തോൽപ്പിച്ചത് സാമി സൈൻ ആയിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഗുന്തറിനെ തോൽപ്പിച്ചത്. റിംഗ് ജനറൽ ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി കാണാം. നൈറ്റ് 1ലെ ഏറ്റവും നല്ല മാച്ചായിരുന്നു മെയിൻ ഇവൻറ്റ്. അത് ഒരു ടാഗ് ടീം മാച്ചായിരുന്നു. ഗ്രേറ്റസ്റ്റ് ടാഗ് ടീം മാച്ച് ഓഫ് ഓൾ ടൈം എന്ന പേരിലായിരുന്നു റസൽമാനിയ ഈ മാച്ചിനെ പ്രൊമോട്ട് ചെയ്തത്. WWE ഈ മാച്ചിനെ പ്രൊമോട്ട് ചെയ്തത്. റോക്ക്, റോമൻ റെയിൻസ് ഒരു ടീം, അപ്പുറത്ത് സെത്ത് റോളിൻസും കോഡി റോഡ്സും. ഏറ്റവും നല്ല മാച്ചായിരുന്നു ഇത്. അത്യാവശ്യം നല്ല സ്പോട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. അതുപോലെ തന്നെ റസൽമാനിയ 32 ശേഷം റോക്കിൻ്റെ അടുത്ത മത്സരമായിരുന്നു ഇത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മത്സരമായിരുന്നു. എന്നിട്ട് കൂടി മത്സരത്തിൽ ജയിച്ചത് റോക്ക്, റോമൻ റെയിൻസ് തമ്മിലുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാൻ പോകുന്ന നൈറ്റ് 2ലെ മെയിൻ ഇവൻറ്റിൽ ബ്ലഡ് ലൈൻ റൂൾസ് ആയിരിക്കും. കോഡിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പമായിരിക്കും. ഏതായാലും ഇതൊക്കെ തന്നെയാണ് നൈറ്റ് 1ൻ്റെ റിസൾട്ട്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. കോഡിക്ക് സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നാളെ കണ്ടറിയാം.